ഹായ് ഗൈസ്, ഞാൻ എണീച്ചു. ഇന്ന് ടൈം 5 മണി, രാവിലെ 5 മണി. ഇന്ന് നമ്മളൊരു സ്ഥലത്ത് പോവുകയാണ്. ഒരു സ്ഥലം കാണിച്ചു തരാം. അതാണ് ഇത്ര നേരത്തെ എണീച്ചേക്കുന്നത്. വല്ലപ്പോഴുമാണ്. ഓക്കെ, പല്ല് തേച്ചിട്ട് റെഡിയായിട്ട് നമുക്ക് പോവാം. ഹായ് ഗൈസ്, ഇറ്റ്സ് മീ, നിങ്ങളുടെ സ്വന്തം ആരുണി മാട്ടേക്ക്. എവിടത്തേക്കാണ് പോകുന്നതെന്ന് വെച്ചാൽ കർണാടകയിലെ സെക്രട്ടേറിയറ്റ് കാണാൻ പോവുകയാണ്. ഇപ്പം ഒരു 6 മണിയായി. കുറച്ച് നേരം വെളുത്തപ്പം നമ്മൾ ഇറങ്ങിയതാ. ഞാനിപ്പം ഓട്ടോയിൽ കയറിയിട്ടുണ്ട്. നമ്മൾ രാവിലെ 5 മണിക്ക് എണീച്ചു എന്ന് പറഞ്ഞില്ലേ, പക്ഷെ അപ്പോൾ തന്നെ ഇറങ്ങിയില്ല. നല്ല ഇരുടാണ്, നല്ല തണുപ്പുമാണ്. ഇപ്പോൾ ഒരു 6 മണിയായപ്പം കുറച്ച് നേരം വെളുത്തപ്പോൾ ഇറങ്ങി. കാരണം നമ്മൾ സേഫ്റ്റിയും കൂടെ നോക്കണമല്ലോ. അപ്പോൾ ആ സമയത്ത് ഇറങ്ങി. ഇപ്പോൾ ഓട്ടോയിലാണ്. അണ്ണനോട് തന്നെ ചോദിക്കാം എത്ര ഉണ്ട് കിലോമീറ്റേഴ്സ് അങ്ങോട്ടേക്ക്. ಅಣ್ಣ ಎಷ್ಟು ಇದೆ ಕಿಲೋಮೀಟರ್ಸು? ಎಷ್ಟು ಕಿಲೋಮೀಟರ್ಸ್ ಇದೆ ವಿಧಾನಸೌಧ? 8 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറയുന്നത്. വലിയ ദൂരം ഇല്ല ഗൈസ്, അല്ല. എവിടേക്കെന്നില്ലാതെ ഞാൻ എൻ്റെ സഞ്ചാരം തുടർന്നു കൊണ്ടിരുന്നു. 3 ചക്ര വാഹനത്തിലിരുന്നു കൊണ്ട് എനിക്ക് റോഡ് സൈഡിലെ കാഴ്ചകൾ കാണാമായിരുന്നു ഗൈസ്. റോഡിൻ്റെ ഇരുവശത്തുമായി ചേർന്ന് നിൽക്കുന്ന അമ്പരചുംബികളായ ബിൽഡിങ്ങുകൾ, വലിയ വലിയ കെട്ടിടത്തിനോട് അടുപ്പിച്ചു നിൽക്കുന്ന മരങ്ങൾ, മരത്തിലെ കൊമ്പുകൾ, മരത്തിലെ ചില്ലകൾ, മരത്തിലെ പൂവുകൾ എല്ലാം എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ദേ വേറൊരു കാഴ്ച, റോഡിൻ്റെ വിശാലമായ വീതികളിലൂടെ ചീറിപ്പായുന്ന ബസ്സുകൾ, ഇരുചക്ര വാഹനങ്ങൾ. വെരി നൈസ് ഗൈസ്, നമ്മൾ എത്തിയിട്ടുണ്ട്. ആ സ്ഥലത്തൂടെ ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വിശദമായി കാണിച്ചു തരാം ഏതാണ് സ്ഥലം എന്ന്. പൊളി, നല്ല ഫീലുണ്ട് കേട്ടോ. രാവിലെ വന്നിട്ട് ഇതുപോലെ ചെയ്യാൻ. വിധാനസൗധ എന്ന് പറഞ്ഞാൽ കർണാടകയിലെ നിയമസഭ. അതിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. എനിക്ക് എന്നോട് തന്നെ അഭിമാനം തോന്നുന്നു ഗൈസ്. നല്ല ഫീലിങ്, അടിപൊളി സ്ഥലമാണ്. നിങ്ങൾക്ക് കാണാം, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ഇവിടെ ഏത് സ്ഥലത്ത് നിന്നാലും നല്ല വ്യൂ ആണ്. ജോഗിങ് ഡ്രസ്സിൽ വന്നേക്കുന്ന എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ നമ്മളോട് പോലീസ് വന്നിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട് എന്താണ് ഇവിടെ എന്ന്. അപ്പം രാവിലെ ആയതുകൊണ്ട് മോർണിംഗ് വാക്ക് ആണെന്ന് പറഞ്ഞ് നമുക്ക് രക്ഷപ്പെടാം. എൻ്റെ ബുദ്ധി വിമാനമാണ്. നല്ല വലിയ ബിൽഡിംഗ് ആണ് കേട്ടോ. എന്ന് വെച്ചാൽ ഇതിൻ്റെ വേറെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പറയാം. എല്ലാവരും മുഴുവൻ വീഡിയോ കാണാം. എൻ്റെ അളിയ, പൊളി പൊളി പൊളി. വിധാനസഭ അഥവാ കർണാടകയിലെ നിയമസഭ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, അത് ബാംഗ്ലൂരിലെ ഡോക്ടർ അംബേദ്കർ റോഡ് അഥവാ ഡോക്ടർ അംബേദ്കർ വീതിയിലെ ഒരു ഭാഗത്തായിട്ടാണ്. വളരെ നല്ല ഒരു വ്യൂ ആണ് നമുക്ക് ഈ ഒരു സ്ഥലം തരുന്നത്. രാവിലെ ഏർലി മോർണിംഗ് ഇവിടെ വന്ന് കാണണം. നല്ല
ഒരു കാറ്റും പിന്നെ നല്ലൊരു പച്ചപ്പും ഒരു വ്യൂസും ഒക്കെ. ഈ ഒരു ക്ലൈമറ്റ് എന്ന് വെച്ചാൽ തന്നെ ഒരു അടിപൊളിയാണ്. പിന്നെ ഞാൻ വിധാനസൗധയെ പറ്റി പറഞ്ഞു കേട്ടിട്ടുള്ളത് നൈറ്റ് വ്യൂവും നല്ല അടിപൊളിയാണ്. ഇവിടെ കുറേ ലൈറ്റ് സെറ്റപ്പ് ഉണ്ട് ഗൈസ്. ഈ ലൈറ്റൊക്കെ നൈറ്റ് ആകുമ്പോഴത്തേക്ക് ഓൺ ആവും. അപ്പം നല്ല രസമാണ് കാണാൻ. ഒന്നുകിൽ രാവിലെ ഏർലി മോർണിംഗ് വരിക, അല്ലെങ്കിൽ രാത്രി വന്നിട്ട് നല്ല വ്യൂസ് നമുക്ക് കിട്ടും. നല്ല കാണാൻ നല്ല രസമായിരിക്കും. പിന്നെ ഈ വിധാനസൗധനെ പറ്റി പറയാനുള്ളത് കുറച്ച് കാര്യങ്ങൾ പറയാം. എന്തായാലും ഇവിടെ വരെ വന്നിട്ട് ഞാൻ ഒരു വാക്ക് പോലും സംസാരിച്ചില്ലെങ്കിൽ അത് ഭയങ്കര ഫോൾട്ടല്ലേ. 17.5 മില്യൺ റുപ്പീസാണ് ഈ ഒരു ബിൽഡിങ്ങിന് മാത്രമായിട്ട് ചിലവായത്. ഇതിൽ കപ്പാസിറ്റി മെമ്പേഴ്സിൻ്റെ കപ്പാസിറ്റി 300 റൂംസ് ഉണ്ട്. ഈ വലിയ ബിൽഡിങ്ങിന് 300 റൂംസ് ഉണ്ട്. ഇത് പറ്റില്ല ഗൈസ്. ഇപ്പോൾ കോവിഡൊക്കെ ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാൻ എൻട്രി ഇല്ല. അതുകൊണ്ടാണ്. അതുകൂടെ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സൂപ്പറായിട്ട് എല്ലാം കാണിച്ചു തന്നേനെ. ഇപ്പോൾ പുറമേ നിന്നുള്ള വ്യൂ തന്നെ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും എത്ര രസമുണ്ട് കാണാൻ. പിന്നെ ഇവിടുത്തെ കാര്യം പറയാൻ ഉള്ളത്, ഇപ്പോഴത്തെ കർണാടകയിലെ ചീഫ് മിനിസ്റ്റർ ബസവരാജ് ബൊമ്മൈ എന്ന് പറഞ്ഞ സാറാണ്. ഇനി ചെയ്യുന്ന ഒരു വ്ളോഗിൽ നമ്മൾ എന്തായാലും ഷുവർ ആയാലും ഇതിൻ്റെ വിധാനസഭയുടെ ഉള്ളിൽ കയറുന്ന ഒരു വീഡിയോ ഞാൻ കാണിക്കുന്നതായിരിക്കും. പുറത്ത് വന്ന് ഇന്ന് നമ്മൾ പുറമെ കണ്ടു, ഇനി അടുത്തൊരു ദിവസം നമുക്ക് ഉള്ളിലുള്ള എല്ലാ സ്ഥലങ്ങളും പോയി കാണാം, കൂടുതൽ കാര്യങ്ങൾ വിശദാംശങ്ങൾ അറിയാം. അപ്പം എല്ലാവരും കൂടെ കട്ടയ്ക്ക് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. നല്ല നല്ല വ്ളോഗ്സ് ഇനി ചെയ്യും. നിങ്ങളെ സപ്പോർട്ടാണ് എനിക്ക് ഇനിയും വീഡിയോസ് ചെയ്യാനുള്ള പ്രചോദനം. അപ്പോൾ അതാണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഓക്കെ, എൻ്റെ അളിയ പൊളി സ്ഥലം, പൊളി വീഡിയോ, അടിപൊളി, വേറെ ലെവൽ. ഇതിൽ രാവിലെ എന്നെ പോലെ തന്നെ കാണാൻ വരുന്ന കുറേ ആൾക്കാരുണ്ട്. പിന്നെ വാക്കിങ്ങിന് വരുന്ന ആൾക്കാരുണ്ട്, ഫോട്ടോ എടുക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരുണ്ട്. അയ്യോ അടിപൊളിയായിട്ടുണ്ട് മച്ചാമാരെ, പൊളിയാണല്ലേ. പിന്നെ എനിക്ക് പറ്റിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ക്യാമറ എടുത്തിട്ടില്ല. എനിക്ക് ക്യാമറ ഇല്ല എൻ്റെ കയ്യിൽ. ഞാൻ ഫോണിൽ ഷൂട്ട് ചെയ്യുന്ന വീഡിയോസാണ്. അപ്പം അത്രയ്ക്ക് ക്വാളിറ്റി, വീഡിയോക്ക് അത്ര ക്വാളിറ്റി മാത്രമേ ഉണ്ടാവും. എൻ്റെ ഫോണിൽ എത്ര മാക്സിമം ക്വാളിറ്റി ഉണ്ടോ ആ ക്വാളിറ്റിയിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഫിൽറ്ററൊന്നും ആഡ് ചെയ്യാതെയാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം പിന്നെ എല്ലാവരും എൻ്റെ ബ്ലോഗിലുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളൊക്കെ എന്നോട് പറയണം, സജസ്റ്റ് ചെയ്യാം. സജഷൻസ്, നിങ്ങളുടെ സജഷൻസാണ് എന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. കൂടുതലായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ചിലപ്പോൾ ഞാൻ പറയുന്നത് ലാഗായിട്ടായിരിക്കും, ചിലപ്പോൾ ഞാൻ സംസാരിക്കുന്നത് സ്പീഡായിട്ടായിരിക്കാം. അപ്പം നിങ്ങൾ അത് പറഞ്ഞാൽ മാത്രമേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ വീഡിയോ എടുക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാം. അപ്പോൾ അതൊക്കെ എല്ലാവരും പറഞ്ഞു തരാം. അപ്പോൾ പറഞ്ഞു തന്നാൽ ഞാൻ അത് ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും ഗൈസ്. എന്നോട് കട്ടയ്ക്ക് കൂടെ ഉണ്ടാവണം കേട്ടോ. എല്ലാവരും ഉണ്ടാവൂലേ? ഉണ്ടാവും. ഓക്കെ, ചേട്ടന്മാരെ കണ്ടു. ചേട്ടന്മാർ പൊളിയാണ്. നമുക്ക് 2 ഫോട്ടോസൊക്കെ എടുത്തു തന്നു. Hi everyone. Introduce you. Hi. Yeah, this is Vikram here, and we are from a company by name Taylor and Francis, and we are doing a sort of a morning run and some activity, physical activity. So because of which we came to this place, and we met this very nice blogger who helped us to get some nice pics actually. So happy to have met you. Thank you so much. Okay, thank you sir. Nice to meet you. Same here. Same. Okay. Very Have good. a good time in Bangalore. Okay. Okay, stay safe. Enjoy So your where are you stay. staying? I'm staying in Sanjay Nagar. Okay. Please subscribe my channel. What is the name of the channel? Arunima Techie. Arunima Techie. Okay. Okay, you can search in YouTube and Okay. find out. Arunima Techie. Yeah. പൊളിയാ കേട്ടോ.
ആ ചേട്ടന്മാര് നമുക്ക് 2 പിക്കൊക്കെ എടുത്ത് തന്ന് ചൂട് ചായ, മസാല ദോശ, ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് കേട്ടോ. ചായ പിന്നെ മസാല ദോശ. എന്നെ ഇഷ്ടപ്പെടുന്ന, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാ നല്ല സുഹൃത്തുക്കളും സപ്പോർട്ട് ചെയ്യാം. നമ്മൾ പുതിയ പുതിയ വ്യത്യസ്തമായ വീഡിയോകളായിട്ട് ഇനി വരും. അപ്പോൾ ശരി ടാറ്റാ, ബൈ. ഇറ്റ്സ് മീ അരുണിമ ടെക്കി സൈനിങ് ഓഫ്. ഹായ് ഗൈസ്, നമ്മൾ വിധാനസൗധ എന്താണെന്നല്ലേ? വിധാനസൗധ എന്ന് പറയുന്നത് കർണാടകയിലെ സെക്രട്ടേറിയറ്റ് ആണ്, അഥവാ ഔദ്യോഗിക കാര്യാലയം. കർണാടകയിലെ കാര്യാലയം, ഔദ്യോഗിക കാര്യാലയം അതാണ്.